ദൈവത്തിന്റെ ചിന്തകൾ കർത്താവദാസ് ഇവിടെ പ്രാരംഭമായി ഓർപ്പിച്ചു ഉണർത്തി നമ്മുടെ ഹൃദയങ്ങളെ ആ ദൈവവചനവുമായി ഒന്നും കൂടെ ആ ധ്യാനത്തിലായിരിക്കാൻ അതിനെ വീണ്ടും ഒന്നുകൂടെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ അത് കാരണമായിട്ട് വരുന്നല്ലോ. ആകയാൽ ഇന്ന് വൈകിട്ട് നമ്മൾ ദൈവം ചിന്തിക്കുമ്പോൾ തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിവാനും അത് ഗ്രഹിച്ച് അതിന് തക്കതായ ഫലം കൊടുക്കാനും കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ഇതുവരെയും അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു ഓർത്തിയ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞ് നമുക്ക് പ്രയോജനപ്പെടുവാൻ കഴിയുന്നത്. കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവശക്തിയായി അത് വ്യാപരിക്കുക, നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ദൈവശക്തിയായിട്ട് തീരുന്നത്. അങ്ങനെ നമുക്ക് ഫലം കൊടുക്കാൻ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ നാൾ തോറും കർത്താവ് നമ്മളെ സഹായിക്കുന്നു. തുടർന്നും കർത്താവ് നമ്മളെ സഹായിക്കുവാനാകട്ടെ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 6 വരെയുള്ള വാക്യങ്ങള് 6, 7, 8 ഉള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അങ്ങനെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങൾ നമുക്കറിയാം. നമുക്ക് ഉറങ്ങാൻ പാടില്ലാത്ത ഉറക്കം എന്താണെന്നും അത് നമ്മളെ എവിടേക്ക് നയിക്കുമെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നല്ലവണ്ണം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഞാൻ ആ ഭാഗങ്ങളെ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിവിടെ എടുത്തു പറയുന്ന ഭാഗങ്ങൾ 1, 6-ാം വാക്യം വരുമ്പോൾ ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. സുബോധമായിരിക്കുക, സോബർ ആയിരിക്കുക, ബി സോബർ അല്ലെങ്കിൽ ബി ക്ലിയർ ഹെഡഡ്. ഈ ഒരു വാക്ക് അതിൽ നിന്നും അല്പം ചിന്തിക്കാമെന്ന് ഞാൻ കഴിഞ്ഞ പറഞ്ഞിരുന്നു. വെളിച്ചത്തിന്റെ മക്കളാണ് നമ്മൾ, ഇരുട്ടിലുള്ളവരല്ല. ഇത് എഫെസ്യ ലേഖനം നമ്മൾ പഠിച്ചപ്പോഴും 5-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങൾ വ്യക്തമായി ചിന്തിച്ചിരുന്നു. എന്നാൽ സമയങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് ആവർത്തിച്ച് ദൈവവചനങ്ങൾ വീണ്ടും അതേ ഭാഗങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതായിട്ട് വരും. അതൊന്നും നമുക്ക് അധികമാകത്തില്ല, കാരണം അതിൽ ആവശ്യമാണ് എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പം നമുക്ക് അറിയാം, നമ്മൾ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ. അപ്പൊ ആ ഉറക്കം ഏതാണ്? നമ്മുടെ രാത്രിയിലെ ഉറക്കമല്ല, മറിച്ച് നമ്മൾ പാപത്തിന്റെ അന്ധകാരത്തില് നമ്മൾ ഉറങ്ങിപ്പോകാൻ സാധ്യത ഉണ്ട്. ഡാർക്ക്നെസ് ഓഫ് സിന്നിലും, പിന്നെ അതുപോലെ തന്നെ ഒരു ഉദാസീനതയുടെ, അജ്ഞതയുടെ, താല്പര്യമില്ലായ്മ, അത് ഇവിടെ വ്യക്തമായി അത് ഇവിടെ പ്രതിപാദിച്ചു തുടക്കത്തിൽ തന്നെ. ഇത് ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അത് നമുക്ക് വലിയ അപകടമാണ്. കാരണം വെളിച്ചത്തിന്റെ മക്കൾ അവർ ജീവിക്കേണ്ട ഒരു രീതിയുണ്ട്. ദി ആർ ചിൽഡ്രൻ ഓഫ് ലൈറ്റ്. നമ്മൾ പകലിനുള്ളവരും വെളിച്ചത്തിന്റെ മക്കളുമാണ്. അപ്പൊ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ ആ വെളിച്ചത്തിൽ തന്നെ ആയിരിക്കണം എന്ന് കർത്താവ് വ്യക്തമായി അത് പഠിപ്പിച്ചു. അപ്പോസ്തലന്മാർ അത് ആവർത്തിച്ച് സഭയെ പഠിപ്പിച്ചു. അങ്ങനെ നമുക്കായിരിക്കാൻ ഈ ദൈവവചന പഠനങ്ങളെല്ലാം അതിനായിട്ട് നമ്മളെ ശക്തരാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ലോകത്തിൽ നമ്മൾ പുലർത്തുന്ന ആ ആത്മീക നിലവാരം, ആ സ്പിരിച്വൽ സ്റ്റേറ്റ് ആണ് നമ്മളെ ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാക്കി നിർത്തുന്നത്. ഈ ലോകത്തിൽ നമ്മള് ജീവിക്കുന്ന ആ വെളിച്ചത്തിന്റെ ജീവിതമാണ് നമ്മൾ ഇരുളിനുള്ളവരല്ലെന്നും നമ്മൾ ലോകത്തിൽ നിന്ന് വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടവരാണെന്നും ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന തെളിവാണ്, സാക്ഷ്യമാണ് നമ്മുടെ ഈ വെളിച്ചത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരും കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് ആവർത്തി പറഞ്ഞ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യരെന്ന് ലോകം അറിയും. നമ്മുടെ ആ വാല്യൂ വാസ്തവമായി നമ്മൾ തിരിച്ചറിഞ്ഞു വേണം നമ്മുടെ ജീവിതം നമ്മൾ നയിക്കാൻ. അപ്പം ഈ വെളിച്ചത്തിന്റെ ജീവിതത്തിന് വലിയ വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളവിടെ വായിച്ച 5-ാം വാക്യം, നിങ്ങൾ പേടിക്കേണ്ട, 4-ാം വാക്യം തൊട്ട്, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകും. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു, നാമോ പകലിനുള്ളവരാകിയാൽ. അപ്പം ആ ഒരു കാര്യം നമ്മൾ ഓർത്തോണം. ഈ ഉറങ്ങാൻ രാത്രിയാണ് പറ്റിയ സമയം. അതുപോലെ തന്നെ മദ്യപാന്മാർക്ക് മദ്യപിക്കാനും പറ്റിയ സമയം രാത്രിയാണ്. അപ്പൊ ആ ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഒരു രാത്രി ഉറങ്ങാൻ ഉള്ള സമയവും, അതേപോലെ തന്നെ മനുഷ്യർ ആ രാത്രിയെ ഒരു പാപത്തിന്റെ വഴികളിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു.
ആ പാപത്തിന്റെ വഴികൾക്കായി ഉപയോഗിക്കുന്ന ആ അന്ധകാരം ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ആ ഇരുട്ടുമായിട്ട് അവർക്കൊരു പങ്കില്ല. അവർ ഇരുളിന്റെ മക്കളല്ല. ഇരുളിന്റെ മക്കളല്ല, വെളിച്ചത്തിന്റെ മക്കളായതുകൊണ്ട് ഇരുളിന്റെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചിൽഡ്രൻ ഓഫ് ലൈറ്റ് ആണെങ്കിൽ നമ്മൾ പുറപ്പെടേണ്ടതും വെളിച്ചത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ആ രാത്രി ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു. നമുക്കറിയാം നോർമലി രാത്രിയിലാണ് ഉറങ്ങുന്നത്. പക്ഷെ ഇവിടെ പറയുമ്പോൾ ആ രാത്രിയുടെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൽ സ്പിരിച്വൽ അലേർട്ട്നെസ് നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ ഉറങ്ങിപ്പോയാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഉറക്കം നമ്മളിൽ വന്നു പോയാൽ അതെങ്ങോട്ടാ പോകുന്നത്? അത് പാപത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്. ആ ഉറക്കവും ആ ഇരുളും നമ്മളെ പിടിക്കാൻ പാടില്ല. കാരണം എടുത്തു പറയുന്നു, നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശം ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. അപ്പൊ സുബോധമായിരിക്കാം. ബി സോബർ, ബി ക്ലിയർ ഹെഡഡ്. ഇത് ക്രിസ്തീയ ജീവിതം ബുദ്ധിയില്ലാത്ത ജീവിതമല്ല. തികച്ചും വയസ്സായി വളരെ ജ്ഞാനത്തോടെ ജീവിക്കേണ്ടവരാണ് പകലിന്റെ മക്കൾ, വെളിച്ചത്തിന്റെ മക്കൾ. അവർക്ക് സുബോധം ഉണ്ടായിരിക്കണം, സമചിത്തതയുള്ളവരായിരിക്കണം. അപ്പം ഈ സോബർ എന്ന വാക്ക് ഞാൻ ഒന്ന് പറയാം. അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എഫെസ്യർ നമ്മൾ ചിന്തിക്കാം. someone who knows the proper value of things. യഥാർത്ഥമായ കാര്യങ്ങളുടെ യഥാർത്ഥമായ വില തിരിച്ചറിയുന്നവൻ, and therefore doesn't get too excited about the things of this world. ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഒത്തിരി ഉത്സാഹഭരിതരാകത്തില്ല, ഒത്തിരി എക്സൈറ്റഡ് ആകത്തില്ല, ഒത്തിരി ആകാംക്ഷഭരിതരാകത്തില്ല. അപ്പൊ ഈ ലോകത്ത് എന്തുകൊണ്ടാ ഈ സ്പിരിച്വൽ സ്ലീപ്പ് ഉണ്ടാകുന്നത്? കാരണം ഈ എന്തിനാണ് വാല്യൂ കൂടുതലെന്ന് അറിയാതെ വരികയും. അതാണ് നമ്മൾ ആദ്യം ആ അജ്ഞാനികൾ, അത് എഫെസ്യ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല, നിങ്ങൾ ബോധമില്ലാത്തവരെ പോലെ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾക്ക് ജ്ഞാനം വയസ്സായിരിക്കണം നിങ്ങൾ. കാരണം നമ്മൾ ജ്ഞാനം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ പറ്റും. എന്തിനാണ് വാല്യൂ കൂടുതൽ, എന്താണ് ടെമ്പററി, എന്താണ് പെർമനന്റ്, എന്താണ് നിലനിൽക്കുന്നത്, എന്താണ് നിലനിൽക്കാത്തത്, ഏതാണ് നിത്യം, ഏതാണ് താൽക്കാലികം. ബി സോബർ, ബി ക്ലിയർ ഹെഡഡ്. നമ്മൾ പറഞ്ഞ കാഴ്ച, നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ജീവിക്കുവാൻ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്. കണ്ണിന്റെ കാഴ്ച, ഐസക്, അതിന് വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരു ദൈവത്തിനെ സംബന്ധിച്ച് സോബർ ആയിരിക്കുക, ക്ലിയർ ഹെഡഡ് ആയിരിക്കുക, കാര്യങ്ങളെ വിലയിരുത്താനുള്ള ജ്ഞാനം ഉണ്ടായിരിക്കുക. അപ്പൊ സോബർ എന്ന വാക്കുകൊണ്ട്, അല്ലെങ്കിൽ സുബോധം ആയിരിക്കുക എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളുടെ യഥാർത്ഥമായ വില അറിയുന്നു, ഓരോ വില തിരിച്ചറിയുകയും അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഈ ലോകത്തിലുള്ള വസ്തുക്കളോടോ വ്യക്തികളോടോ ബന്ധങ്ങളോടോ പ്രൗഢിയോടോ സമൃദ്ധിയോടോ അത്ര ആകാംക്ഷഭരിതരാകാത്ത, ഒത്തിരി എക്സൈറ്റഡ് ആകത്തില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ അവർ വാല്യൂ ഉള്ള തിങ്സിന് എക്സൈറ്റഡ് ആയിരിക്കും. നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക്, ഇളകാത്ത രാജ്യത്തിന്, നിത്യമായതിന്, പ്രതിഫലാർഹമായതിന്, ഏറ്റവും ശ്രേഷ്ഠമായതിന്, അത്യുത്തമമായതിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത എന്നറിയോ, അവരൊരിക്കലും ഒരു സ്പിരിച്വൽ സ്ലീപ്പിലേക്ക് പോകത്തില്ല. കാരണം ഞാൻ ചോദിച്ചാൽ അവർക്കൊരിക്കൽ നിർവികാരത ഉണ്ടാകത്തില്ല. അവർ സുബോധമായിരിക്കുമ്പോൾ തന്നെ അവർക്ക് എന്തുണ്ടാകും? അവർക്ക് കാര്യങ്ങളെ കുറിച്ചുള്ള എന്താണ് വില പിടിപ്പുള്ളത്, എന്തിനാണ് വാല്യൂ കൂടുതൽ. അതാണല്ലോ മോശയുടെ ഒക്കെ പ്രത്യേകത. മോശയുടെ ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്തോ? താന് പ്രതിഫലം നോക്കിയപ്പോൾ തനിക്ക് മനസ്സിലായി ഫറവോന്റെ പുത്രിയുടെ മകൻ
എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുക, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കും തിരഞ്ഞെടുക്കും. അത് പലരും നമ്മളെ നോക്കുമ്പം നമുക്ക് വിവരമില്ലാത്ത കൊണ്ടാണ്, ലോകം ആസ്വദിക്കാൻ അറിയാത്ത കൊണ്ടാണ്, കാലങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത കൊണ്ടാണ്, ആരുടെയോ ട്രാപ്പിൽ പെട്ടുപോയതാണെന്നൊക്കെ നമ്മളെ അജ്ഞാനികളായി ലോകം കാണുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ആരാണ് അജ്ഞാനി എന്നറിയാമോ? ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാതെ വില കുറഞ്ഞതിനെ വില കൂടിയതായി കണ്ട് അതിനുവേണ്ടി വളരെ എക്സൈറ്റ്മെന്റ് കാണിച്ച് നിലനിൽക്കുന്നതും വില കൂടിയതും അത്യുത്തമമായതിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ അവിടെ നിഷ്ക്രിയനും നിർവികാരനുമാകുന്നവരെയാണ് ദൈവം അജ്ഞാനിയായി കാണുന്നത്. അപ്പൊ നമ്മൾ സോബറായിരിക്കണം, ക്ലിയർ ഹെഡഡ് ആയിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ആരായിരിക്കും ഈ ക്ലിയർ ഹെഡഡ് ആയ ആൾക്കാർ? ആരായിരിക്കും ഈ സുബോധമുള്ള ആൾക്കാരെന്ന് ചോദിച്ചാൽ, ആത്മീകമായി ഉറക്കത്തിലേക്ക് അവര് പോകത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ, ആത്മീകമായി സുബോധമുള്ളവന് ആത്മീയ മയക്കം സംഭവിക്കത്തില്ല. അവന് അവിടെ ഉറങ്ങത്ത്. കാരണം ഇരുട്ടിന്റെ പ്രവൃത്തിയിലേക്കോ പോകത്തില്ല. കാരണം മോശയുടെ മനസ്സിലേക്ക് ആ വിസ്ഡം ഉണ്ടായി. എന്താണ് ആ വിസ്ഡം? ഞാൻ ഫറവോന്റെ പുത്രന്റെ മകൻ എന്ന് വിളിക്കപ്പെട്ട് നിന്നാൽ എനിക്ക് മിസ്രൈമിന്റെ എല്ലാ സുഖങ്ങളും എല്ലാ ലക്ഷറീസും എല്ലാ പ്ലഷേഴ്സും എനിക്ക് ആസ്വദിക്കാം. പക്ഷേ അതിനപ്പുറമായ ദൈവികമായ അത്യുത്തമായ ഒരു പദ്ധതിക്ക് വേണ്ടി ഞാൻ എന്നെ വിട്ടുകൊടുത്താൽ എനിക്ക് അശ്രേഷ്ഠമായത് അതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, അപ്പം സോബറായ ക്ലിയർ ഹെഡഡ് ആയ ഒരാൾക്ക് മാത്രമേ ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് ജ്ഞാനം ഉണ്ടായിരിക്കും. ആ ജ്ഞാനം അവരെ കാര്യങ്ങളെ വിലയിരുത്താൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കി തീർക്കും. അവർക്ക് മനസ്സിലാകും, കാര്യം ശരിയാ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജീവിച്ചാൽ കുറച്ചുകൂടെ ഈ ലോകത്തിലെ ജീവിതം ആസ്വദിക്കാം. I can enjoy the pleasures of this world. പക്ഷെ ചോദ്യം, how long? സോബറായ ഒരു മനുഷ്യൻ അവൻ ചോദിക്കുന്ന ചോദ്യം എന്ന് ചോദിച്ചാൽ, എത്രത്തോളം പറ്റും? അങ്ങനെ ആസ്വദിച്ചാൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് ദൈവപ്രസാദമാണോ ദൈവകോപമാണോ? ഇതിനാണ് ക്ലിയർ ഹെഡഡ് ആകണോ എന്ന് പറയുന്നത്. ബി സോബർ, ദാറ്റ് മീൻസ് ബി ക്ലിയർ ഹെഡഡ്. നിങ്ങൾക്ക് സുബോധം ഉണ്ടായിരിക്കണം. നിങ്ങൾ വിവേകത്തോടെല്ലോ ജീവിതത്തെ കാണണം. ഇത് അപ്പോസ്തലൻ മാറി മാറി എല്ലാ ലേഖനങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും, ഞാനത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നു, ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കാനാ പറയുന്നത്? സുബോധമായിരിക്കാം. അപ്പൊ സുബോധമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും. സുബോധമുള്ള ഒരാൾക്ക് എന്തിനെ ഡിനൈ ചെയ്യണമെന്ന്, എന്തിനെ റിഫ്യൂസ് ചെയ്യണമെന്ന്, എന്തിനെ റിസീവ് ചെയ്യണമെന്ന് അറിയാം. ഇതൊക്കെയും ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമുക്ക് ആ എക്സൈറ്റ്മെന്റ്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളോട് നമുക്കും ഒരു നിർവികാരത ഉണ്ടാകത്തുള്ളൂ. ആത്മീയ ഉറക്കം എന്ന് പറയുന്നത് എന്നാന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് നിർവികാരതയും ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളോട് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നതാണ് ആത്മീയ ഉറക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെന്ത് വേണം? വി ഹാവ് ടു ബി ക്ലിയർ ഹെഡഡ്, വി ഹാവ് ടു ബി സോബർ. നമുക്ക് സുബോധം ഉണ്ടായിരിക്കണം. എന്താണ് സുബോധത്തിന്റെ പ്രത്യേകത? കാര്യങ്ങളുടെ വില തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ? എന്താണ് ഇതിന്റെ വാല്യൂ? മോശ ഒന്ന് കണക്ക് വിശ്വാസത്താൽ മോശ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. മോശയുടെ ഉള്ളിലേക്ക് എന്താ ഈജിപ്ഷ്യൻ വിസ്ഡം മോശക്കുണ്ടായിരുന്നു. മിസ്രൈമിലെ സകല ജ്ഞാനത്തിലും മോശ നൈപുണ്യമുള്ളവനായിരുന്നു, സ്കിൽഡായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ആ ഈജിപ്ഷ്യൻ വിസ്ഡത്തെക്കാൾ, അല്ലെങ്കിൽ ആ വേൾഡ്ലി വിസ്ഡത്തെക്കാൾ മോശ സുബോധമുള്ളവനായി തീർന്നപ്പോൾ മോശയ്ക്ക് യഥാർത്ഥമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെക്കുവാൻ കഴിഞ്ഞു. താൻ വിട്ടുകളയുന്നതിനേക്കാളും വലുതാണ് താൻ കാലെടുത്ത് വെക്കുന്നെന്നുള്ള സുബോധമുണ്ടായി. ഓരോ ദൈവവൈതലിനും ഈ സുബോധം ഉണ്ടായിരിക്കണമെന്ന് ദൈവം വാസ്തവമായി ആഗ്രഹിക്കുന്നു. അപ്പൊ ആ സുബോധത്തിലേക്ക് നമ്മളുടെ ജീവിതം കടന്നു വരുന്നാൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് ചോദിച്ചാൽ, ഈ ദൈവവചന ചിന്തകൾ, ദൈവിക ആലോചനകൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തരുമ്പോൾ നമ്മുടെ എന്താ പറയണ്ടേ, നമ്മൾ
കുറച്ചുകൂടെ പറയത്തില്ല, നമ്മുടെ കണ്ണിന്റെ കാഴ്ച ക്ലിയർ വിഷൻ വരുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് കാര്യങ്ങളെ കാണാൻ പറ്റും, അടുത്ത് നിന്ന് കാണാൻ പറ്റും, അകലെ നിന്ന് കാണാൻ പറ്റും, ചെറിയ അക്ഷരം കാണാൻ പറ്റും, വലിയ അക്ഷരം കാണാൻ. കാരണം നമ്മുടെ വിഷൻ ക്ലിയർ ആകുന്ന അനുസരിച്ച് നമ്മുടെ യാത്ര സുഗമമാകുന്ന പോലെ, നമ്മുടെ ജീവിതം സുഗമാകുന്ന പോലെ, നമ്മൾ ക്ലിയർ ഹെഡഡ് ആകുന്ന അനുസരിച്ച് നമുക്ക് സ്പിരിച്വൽ ലൈഫിൽ കൂടുതൽ കൂടുതൽ നമുക്ക് ജയാളികളായി മുന്നേറാൻ പറ്റും. ഇത് ദൈവത്തിന് ഇത് 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 ചിന്തിക്കാൻ വേണ്ടി ഞാൻ 2 വാക്യമാണ് എന്റെ മനസ്സിൽ വന്നത്. ഒന്ന് എഫെസ് ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യവും എഫെസ് ലേഖനം 5-ന്റെ 15 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങള് നമുക്ക് ഇത് നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളാണ്. എന്നാൽ ഒത്തിരി വർഷങ്ങളായില്ലേ, അല്ലെങ്കിൽ ഒത്തിരി മാസങ്ങളായി. അപ്പൊ നമ്മൾ ആ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈ ജ്ഞാനികളായിരിക്കുക, സുബോധമുള്ളവരായിരിക്കുക എന്നുള്ളതിന്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. അതിനാണ് ഞാൻ ആ ഭാഗം ഒന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഒന്നുകൂടെ ഞാൻ പറയുന്നു, someone who knows the proper value of things and therefore doesn't get too excited about the things of this world. ഈ ലോക കാര്യങ്ങളിൽ അത്ര വലിയ എക്സൈറ്റ്മെന്റ് ഇവിടുത്തെ കാര്യങ്ങളോട് കാണിക്കുന്നില്ല. അതെന്താ കാണിക്കാത്തെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു താല്പര്യം ഇല്ലാത്തോണ്ടല്ല, ഇപ്പൊ മൂഡ് ഓഫ് ആയതുകൊണ്ടല്ല, ഇപ്പൊ ആരോടെങ്കിലും പിണങ്ങിയിട്ടല്ല, മറിച്ച് വാല്യൂ ഉള്ളത് എന്താണെന്നുള്ള സുബോധം ഉണ്ടായപ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ വ്യക്തിയുടെ സ്പിരിച്വൽ സ്റ്റേറ്റ് ആണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ എഫെസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇങ്ങനെയാണ്. 2 കാര്യങ്ങളാണ് ഈ സോബർനെസ് അല്ലെങ്കിൽ ഈ ക്ലിയർ ഹെഡഡ് സുബോധമായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്. 2 പോയിന്റ് ഞാൻ പറയാം. അത് എഫെസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോയിന്റാണ് ഞാൻ പറയുന്നത്. ഒന്ന്, കെയർഫുള്ളി ഡിറ്റർമൈൻ വാട്ട് പ്ലീസസ് ദ ലോർഡ്. 2, ബി കെയർഫുൾ ഹൗ യു ലീവ്. ഒന്ന്, carefully determine what pleases the Lord. എന്താണ് അവിടെ പറയുന്നത്? 5-ന്റെ 10-ലെ വാക്യം ഞാൻ ഈ പറഞ്ഞേ. 5-ന്റെ 10 പറയുന്നത് എന്നു ചോദിച്ചാൽ, ശരിക്കും നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം ദൈവത്തിന് പ്രസാദം എന്താണ്. അതായത് നമ്മുടെ വേർഷനിൽ 5-ന്റെ 9 അത് കിടക്കുന്നത്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിക്കണം. അതാണ് എഫെസ് ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യമാണ്. കെയർഫുള്ളി ഡിറ്റർമൈൻ വാട്ട് പ്ലീസസ് ദ ലോർഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിക്കുന്ന ഒരു ക്യാരക്ടർ. പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു. ഒരു വാക്കൂടെ ഞാൻ ഇവിടെ വായിച്ചു, ബി കെയർഫുൾ ഹൗ യു ലിവ്. അത് 15-ാം വാക്യമാണ് വായിച്ചത്. ആകയാൽ ജ്ഞാനികളായിട്ട്, നമ്മുടെ ഇതിൽ സൂക്ഷ്മതയോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവിൻ. അതിനൊറ്റ വാക്കിൽ ഞാനങ്ങ് പറഞ്ഞ, സോ ബി കെയർഫുൾ ഹൗ യു ലിവ്. ഒന്നെന്തോ അപ്പൊ ക്ലിയർ ഹെഡഡ്, ആ വ്യക്തമായി നമ്മൾ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക. നമ്മൾ എന്തായി ചിന്തിക്കും ചോദിച്ചാൽ, എങ്ങനെ നമുക്ക് സ്പിരിച്വലി നമുക്ക് സുബോധമുള്ളവരായിരിക്കാം. എന്താണ് അപ്പോസ്തലന്മാർ ഈ സുബോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, carefully determine what pleases the Lord. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഉള്ള കാര്യങ്ങൾ എന്തെന്ന് വ്യക്തമായി നാം പരിശോധിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ തിരിച്ചറിയുക. 2, 15-ാം വാക്യം, എന്നിട്ട് സോ ബി കെയർഫുൾ ഹൗ യു ലിവ്. നിങ്ങൾ എങ്ങനാ ജീവിക്കുന്നതെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വിലയിരുത്തുക. ഈ 2 കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ ദിനം തോറും എന്ത് നടക്കുമെന്നറിയാമോ? ദൈവത്തിന് പ്രസാദമുള്ളതെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടത്തില്ല. നമ്മളെ ജഡ്ജ് ചെയ്യുവാൻ, നമ്മളെ തന്നെ വിധിക്കുവാൻ, നമ്മളെ തന്നെ ശോധന കഴിക്കുവാൻ, നമ്മളെ തന്നെ. കാരണം എന്റെ ലക്ഷ്യം മൊത്തം എന്തോ, ഞാനിപ്പോ സുബോധത്തോടെ ജീവിക്കുന്നതെന്ന്
ഒരാത്മീയൻ പറയുമ്പോൾ ആ ആത്മീയന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട കാര്യങ്ങളായി പറയുന്നത്. ഒരാൾ പറയുകയാണ്, ഐ എം സോബർ, ഐ എം ക്ലിയർ ഹെഡഡ് എന്നൊരാൾ പറഞ്ഞാൽ, ഞാനിപ്പോൾ സുബോധത്തോടെയാണ് ജീവിക്കുന്നത്, ഞാനിപ്പോൾ വ്യക്തമായ എനിക്കിപ്പോ നല്ല വെട്ടമുണ്ട് തലയ്ക്കകത്ത്, എനിക്ക് കണ്ണിൽ വെട്ടം കടിക്കുന്ന പോലെ ഇപ്പൊ എനിക്ക് നല്ല ജ്ഞാനമുണ്ട്, എനിക്ക് വിസ്ഡം ഉണ്ട്, എനിക്ക് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ ഈ രണ്ട് കാര്യങ്ങൾ പ്രകടമായിരിക്കണം. അതിന്റെ ആകത്തുക ഞാൻ ആദ്യം പറഞ്ഞു. ആ വ്യക്തിക്ക് കാര്യം പിടികിട്ടി ഏതിലാണ് എക്സൈറ്റഡ് ആകേണ്ടത്, ഏതിലാണ് എക്സൈറ്റഡ് ആകാൻ പാടില്ലാത്തത്. പ്രോപ്പർ വാല്യൂ ഓഫ് തിങ്സ് തിരിച്ചറിഞ്ഞു. ഈ വ്യക്തി വരും ദിവസങ്ങളിൽ ഇവരെന്ത് ചെയ്യും, നാം എന്ത് ചെയ്യും? നാം പരിശോധിച്ചുകൊണ്ടേയിരിക്കും കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിക്കുന്ന സ്വഭാവം സൂക്ഷിക്കുന്ന ഒരാളെ നമുക്ക് ധൈര്യസമേതം പറയാം, ഇയാൾക്ക് സുബോധമുണ്ട്. സ്പിരിച്വൽ സോബർനെസ് ആണേ പറയുന്നേ, അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ആ സുബോധത്തെ കുറിച്ച് പറഞ്ഞാൽ അതിനൊരു മറുവശമുണ്ട്. എന്നാന്നറിയോ? ലോകപ്രകാരമുള്ള സുബോധം പറയട്ടെ. സ്പിരിച്വൽ സോബർനെസ്സും വേൾഡ്ലി സോബർനെസ്സും പ്രത്യേകത കേൾക്കണം. ലോകപ്രകാരമുള്ള സുബോധം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു ഇരിക്കും. അവരുടെ വീട്ടിൽ എന്തെങ്കിലും മോശമായി സംഭവിച്ചോ, അവരുടെ പിള്ളേരാരെങ്കിലും വഴിതെറ്റിപ്പോയോ, അവരെ എന്തെങ്കിലും വഴി വെച്ച് വേണ്ടാത്തത് കണ്ടോ, ഭയങ്കര സോബർനെസ്സാ, ഭയങ്കര സുബോധം. മറ്റുള്ളവന്റെ കാര്യത്തിൽ ഇടപെടുവാനും മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അറിയാനും മറ്റുള്ളവരോട് പറയാനും മറ്റുള്ളവരെ വിധിക്കാനുമുള്ള സുബോധം ലോകത്തിന് നന്നായിട്ടുണ്ട്. മാത്രമല്ല വേണ്ടാത്ത കാര്യങ്ങളിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്, നിലനിൽക്കാത്തതും ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്നതും ഉള്ള കാര്യങ്ങളിൽ ഒരു ഓവർ എക്സൈറ്റ്മെന്റ്. പക്ഷെ കർത്താവിന്റെ കാര്യം പറയുമ്പോൾ കൂട്ടായ്മയോ അത് പിന്നെ മെസ്സേജ് അത് അവിടെ ഇന്ന് ആ ദിവസങ്ങളിൽ തന്നെ അവർക്ക് എല്ലാത്തിനും ഒരു തണുപ്പം മട്ട, ഒരു നിർവികാരത, ഒരു പാസീവ്നെസ്, ഒരു നിഷ്ക്രിയത്വം, ഇൻസെൻസിബിൾ ആണ് അതിനെക്കുറിച്ച്. പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഭയങ്കരമായ ഉത്തരവാദിത്ത ബോധത്തോടെ ലോകത്തിലെ ദൗത്യങ്ങൾ ചെയ്തെടുക്കും. അതിൽ സെൻസിബിൾ ആണ്, അതിൽ ജ്ഞാനം കാണും, അതിനകത്ത് എന്തു പറയണം, തന്റെ കുടുംബത്തെയും തന്നെയും പ്രതിരോധിക്കണമെങ്കിൽ അതിന് ഒരു പ്രതിരോധ മതിലായി അവർ നിൽക്കും. അതിനകത്ത് ഒരു ആലസ്യവും ഇല്ല, ഒരു പാസീവ്നെസ്സും ഇല്ല, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഈ സുബോധത്തെ കുറിച്ചല്ല പറയുന്നത്. സ്പിരിച്വൽ സോബർനെസ് അല്ലെങ്കിൽ സുബോധാത്മീകമായ ഒരാൾ സുബോധമുള്ള വ്യക്തിയാണ്. അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ സുബോധമുള്ളവരായിരിക്കുക, ഉണർന്നും ബി അലേർട്ട്, ഉണർന്നും സുബോധമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച സ്പിരിച്വൽ സ്ലീപ്പിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. സ്പിരിച്വൽ സ്ലീപ്പിന്റെ ലക്ഷണങ്ങൾ എന്താണോ അതിന്റെ നേരെ വിരുദ്ധമായതാണ് സ്പിരിച്വൽ സോബർനെസിന്റെ ലക്ഷണങ്ങൾ. ഒരാൾ ആത്മീകമായി ഉറങ്ങുന്നോ എന്നുള്ള ലക്ഷണങ്ങൾ അവരുടെ അജ്ഞത, അവരുടെ നിർവികാരത, അവർക്ക് പ്രതിരോധ ശക്തി തീരെയില്ല, അവർ പാപത്തോട് ചേർത്ത് നിൽക്കത്തില്ല, അവർ പിശാചിന്റെ തന്ത്രങ്ങളോട് ചേർത്ത് നിൽക്കത്തില്ല, അതൊന്നുമില്ല, ഒരു ഡിഫൻസീവ് മെക്കാനിസവും ഇല്ല, അവർക്ക് ഭയങ്കര ആലസ്യമാ, നിഷ്ക്രിയത്വമാ. പക്ഷേ സ്പിരിച്വൽ സോബർനെസിന്റെ പ്രത്യേകത എന്താ അറിയോ? അവർ ജ്ഞാനികളായിരിക്കും. അവരുടെ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താന്ന് കേൾക്കണോ? എന്താ അവരുടെ ജ്ഞാനത്തിന്റെ ലക്ഷണം? അവർക്ക് എന്തിനാണ് വാല്യൂ ഉള്ളതെന്നറിയാം, എന്താണ് നിലനിൽക്കുന്നറിയാം, എന്താണ് താൽക്കാലികം എന്നറിയാം. രണ്ട്, ഭയങ്കര സെൻസിബിൾ അവര്. എങ്ങനെ പറയോ? സ്പിരിച്വൽ തിങ്സില്, ആത്മീയ കാര്യങ്ങളില്, സഭയുടെ വിഷയങ്ങളില് ഓരോന്നിനകത്തും അവർക്ക് ഭയങ്കര വൈകാരികമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അവരുടെ ആ പഞ്ചേന്ദ്രിയങ്ങൾ അവിടെ ചലിക്കും. അവർ ഭയങ്കര സെൻസിബിൾ ആണ് ദൈവിക കാര്യങ്ങളോട്.
ദൈവസഭയോട്. അവർക്ക് സെൻസിബിൾ, അവർക്ക് ഭയങ്കര വൈകാരികമായ ഒരു തലം അവിടെയുണ്ട്. അതായത് അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ആ കാര്യങ്ങളിൽ. 3, അവർ ആക്റ്റീവായിരിക്കും. അവർ തികച്ചും ദൈവസന്നിധിയില് ക്രിയാത്മകമായി നിലകൊള്ളും. 4, ജീവിതത്തിൽ അവർക്കൊരു മടിയുമില്ല. പ്രതിരോധിക്കേണ്ടതിനെ പ്രതിരോധിപ്പാനും, നോ പറയേണ്ടതിനോട് നോ പറയാനും, അതെ ചെറുത്തു നിൽക്കേണ്ടതിനോട് ചെറുത്തു നിൽക്കുവാനും, വിട്ടോടി പോകേണ്ടതിനെ ഓടിപ്പോവാനും അവർ ഡിഫെൻസീവ് മെക്കാനിസം ഉള്ളവർ, പ്രൊട്ടക്റ്റീവ് ആർമർ എടുക്കുന്നവരായിരിക്കും. ഇത് സുബോധമുള്ള, സ്പിരിച്വലി സോബറായ ഒരാൾക്ക് മാത്രമേ ഈ ഘടകങ്ങൾ, ഈ മൂല്യങ്ങൾ നിലനിർത്താൻ കഴിയൂ. വളരെ ഈസിയാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പഠിക്കാൻ. അപ്പം എഫെസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമുള്ളത് എന്താണെന്നും അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്നും ഒക്കെ അറിഞ്ഞ് പരിശോധിച്ച് ചെയ്യാൻ സുബോധമുള്ള അമ്മമാരും അപ്പന്മാരും ഭാര്യമാരും ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും ഒക്കെയാണ് എന്നെ കേൾക്കുന്നത്, ഞാൻ സഹിതം. എന്റെ പ്രിയപ്പെട്ടവൻ എന്താണ് ഇഷ്ടം, എന്ത് ചെയ്താല് എന്ന് പരിശോധിച്ച് അറിഞ്ഞ് ചെയ്യാൻ എക്സൈറ്റ്മെന്റ് ഉള്ളവരാ നമ്മള്. കാരണം നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ അത് സന്തോഷത്തോടെ അനുഭവിക്കണം, അല്ലെങ്കിൽ സന്തോഷത്തോടെ സെർവ് ചെയ്യണം. കാരണം ലോകപ്രകാര സുബോധമുള്ള ഒരു ഭാര്യ അത് ചെയ്യും, ലോകപ്രകാര സുബോധമുള്ള ഒരു ഭർത്താവ് അത് ചെയ്യും, ലോകപ്രകാര സുബോധമുള്ള മക്കൾ മാതാപിതാക്കളെ അറിഞ്ഞ് പ്രവർത്തിക്കും, ലോകപ്രകാര സുബോധമുള്ള അതെ വ്യക്തികൾ അത് ചെയ്യും. പക്ഷെ ചോദ്യം, നമുക്ക് ആത്മീക സുബോധമുണ്ടോ? ആത്മീകമായി സ്പിരിച്വലി നാം സുബോധമുള്ളവരാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണെന്നറിയാമോ? We will carefully determine what pleases the Lord. നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും ഒരു വാഞ്ച കാണും, എന്റെ ദൈവത്തിന് ഇത് പ്രസാദമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു സ്വഭാവം. അതുപോലെ തന്നെ ഞാൻ ജീവിക്കുന്ന ഈ ജീവിതം എന്റെ ദൈവത്തിന് യോഗ്യമാണോ എന്ന് കെയർഫുള്ളായി ചിന്തിക്കുന്ന ഒരു സ്വഭാവം. ഇത് ഉണ്ടാകുന്ന ഘടകമാണ് സോബർനെസ്, അല്ലെങ്കിൽ ക്ലിയർ ഹെഡഡ് സ്റ്റേറ്റ്. നമ്മളുടെ സമചിത്തത. സ്പിരിച്വലി സുബോധമുള്ള ഒരു മനുഷ്യന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ലോകപ്രകാര സുബോധമുള്ളവൻ ലോകത്തിന്റെ കാര്യങ്ങൾ സുബോധത്തോടെ ചെയ്യുമ്പോൾ അത് മാത്രമല്ല, വെളിച്ചത്തിന്റെ പൈതലിന് വേണ്ടേ അവൻ ആത്മീകമായി സുബോധമുണ്ടായിരിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ താൽക്കാലികമായതിനു വേണ്ടിയാണോ എന്റെ എക്സൈറ്റ്മെന്റ്, നിത്യമായതിനു വേണ്ടിയാണോ? സഭയ്ക്ക് വേണ്ടിയാണോ എന്റെ എക്സൈറ്റ്മെന്റ്, അതോ വീടിന് വേണ്ടി മാത്രമാണോ? ഈ സോബർനെസ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സുബോധം, ഈ സമചിത്തത ഉള്ളവർക്ക് മാത്രമേ സ്വന്തം ജീവിതത്തെ പരിശോധിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന എന്ത് ചെയ്യണമെന്ന് പരിശോധിക്കാൻ കഴിയത്തുള്ളൂ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അവിടെ പറയുന്ന 10-ാം വാക്യത്തിൽ വരുമ്പം കെയർഫുള്ളി ഡിറ്റർമൈൻ വാട്ട് പ്ലീസസ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തില് നമുക്കറിയാം അവിടെ പറയുന്നത്, വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ, സകല സൽഗുണവും നീതി സത്യമല്ലോ വെളിച്ചത്തിന്റെ ഫലം, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ട. എന്നിട്ട് അങ്ങനെ വായിച്ചു വരുമ്പോ അതിന്റെ 15-ാം വാക്യം എത്തുമ്പോ, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളും. ബുദ്ധിഹീനത അതാണ് സുബോധത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. So be careful how you live. Don't live like fools, but like those who are wise. ഈ ലോകത്തിന് വേണ്ടി കാണിക്കുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ഈ ലോക ജീവിതത്തിന് വേണ്ടി കാണിക്കുന്ന ഈ ഒരു തീഷ്ണതയുണ്ടല്ലോ, ദൈവസഭയുടെ
കാര്യങ്ങളെ കുറിച്ചോ ദൈവിക ഉദ്ദേശങ്ങളെ കുറിച്ചോ ഒരു എക്സൈറ്റ്മെന്റും ഇല്ലാതെ സ്വന്തം ജീവിതത്തിന് വേണ്ടി കാണിക്കുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ദൈവത്തിൽ നമ്മളെ ആരാക്കും എന്നറിയാവോ? ഒരു ഫൂളാക്കും. അതുകൊണ്ട് പറഞ്ഞ ഡോണ്ട് ലീവ് ലൈക്ക് ഫൂൾസ്. വിഡ്ഢികളെ പോലെ ജീവിക്കരുത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ആരാണ് ഈ വിഡ്ഢി? വിലയുള്ളതിനെ, ശ്രേഷ്ഠമായതിനെ, നിലനിൽക്കുന്നതിനെ, നിത്യമായതിനെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ദൈവിക വീക്ഷണത്തിൽ, ദൈവം തന്നിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാടിൽ നോക്കിക്കാണാതെ, അല്ലാതെ ബുദ്ധിയില്ലാത്തവരെ അല്ല ഫൂൾസ് എന്ന് ഇവിടെ വിളിച്ചേ. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ആ ഉപമ, ആ പാരബിൾ. ബുദ്ധിയുള്ള കന്യകമാരുടെ ബുദ്ധിയില്ലാത്ത കന്യകമാരെന്ന് പറഞ്ഞാൽ അതിന് ബുദ്ധിയില്ലാത്ത പറയാൻ എന്തുകൊണ്ടാ? അവര് ഓവർ സ്മാർട്ടായി. 5 പേര് എന്ത് ചെയ്തു? അവര് വിളക്കിൽ വെണ്ണ എടുത്തു, പാത്രത്തിൽ വെണ്ണ എടുത്തു. ബിക്കോസ് അവർ ടൈം പ്രൊഡിക്റ്റ് ചെയ്തില്ല. അതൊരു പാരബിൾ ആണ്, പക്ഷെ അത് ഇസ്രായേലിലെ ഒരു സിസ്റ്റമാണ്. മണവാളനെ വരവേൽക്കാൻ വേണ്ടി ഈ ബ്രൈഡ് മെയ്ഡ്സ് ഇങ്ങനെ പോന്നത്. അത് കർത്താവ് ഉമ്മയ്ക്ക് അത് നമുക്ക് പറഞ്ഞു തരാൻ കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ബുദ്ധിയില്ലാത്തെന്ന് പറയുന്നതല്ല കർത്താവ് ബുദ്ധിയില്ലാത്ത പറയുന്നത്. ചിലപ്പോ ഈ അതിബുദ്ധിമാന്മാരെ ദൈവം ഫൂളെന്ന് വിളിക്കും. വാസ്തവം അവിടെ അതാ സംഭവിച്ചേ. ഞാനത് വർഷങ്ങൾക്ക് മുമ്പ് ആ ഭാഗങ്ങൾ വളരെ വ്യക്തമായി പങ്കുവച്ചിട്ടുള്ള. അതിബുദ്ധി കാണിച്ച 5 പേര് അല്ലേ? ഒരു 5 പേര് എന്ത് ചെയ്തു? അവർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. നമ്മളിപ്പോ നമ്മുടെ ഈ മെസ്സേജായിട്ട് വളരെ ഒത്തുവരുന്ന ഒരു മെസ്സേജാണ്. കാരണം എന്തുവാ? ഗ്രൂമിന്റെ, മണവാളന്റെ വരവ് എക്സ്പെക്റ്റഡ്, ആ ടൈം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. മണവാളൻ വരും. ആ 100% കോൺഫിഡൻസിലാണ് അവര് അത് വെൽക്കം ചെയ്യാൻ തയ്യാറായത്. പക്ഷെ അവിടെ ഒറ്റ കാര്യം മാത്രം അൺനോൺ ആയിരുന്നു. എപ്പോഴാണ് മണവാളൻ വരുന്ന ടൈം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഈ സമയം കൊണ്ടാണ് ഈ 2 കൂട്ടർ ഉണ്ടായത്. ഒരു കൂട്ടർ എന്ത് കരുതി? നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, അതിനപ്പുറം പോകത്തില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സ്ട്രാ ഓയിൽ എടുക്കേണ്ട കാര്യം ഇല്ല. വിളക്കിനകത്ത് നിറച്ചെണ്ണ എടുക്കുക. ആ വിളക്കിന്റെ എണ്ണ തീരുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കിക്കോ, മണവാളൻ വരും. അവര് ഫൂളായോണ്ടല്ല ഫൂളായത്, അവർ ഓവർ സ്മാർട്ട് ആയതുകൊണ്ട് ഫൂളായവരാ. അപ്പൊ ഡോണ്ട് ലീവ് ലൈക്ക് ഫൂൾസ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം നമ്മുടെ ഓവർ സ്മാർട്ട്നെസ്സും നമ്മുടെ ഈ ഇഗ്നോറൻസും എന്തുവാ? എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ, എല്ലാം കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ, കണ്ടിട്ടും കാണാത്തവരെ പോലെ ആ ജീവിതത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവരെന്ത് ചെയ്തു? ഇവര് തീരുമാനിച്ചു, യെസ് വി ആർ റെഡി ടു വെൽക്കം ദ ബ്രൈഡ് ഗ്രൂം. പക്ഷെ ഞങ്ങൾ ഡിസൈഡ് ചെയ്യുകയാണ്, ഞങ്ങൾ ഈ ലാമ്പിനകത്ത് ആവശ്യമായ ഓയിൽ കരുതും, ഞങ്ങൾ ഇതുമായി പോകും, എക്സ്ട്രാ ഓയിൽ എടുക്കുന്നില്ല. മറ്റ്5 പേരെന്തോ തീരുമാനിച്ചു? അവര് തീരുമാനിച്ചു മണവാളൻ വരും നിശ്ചയം, പക്ഷെ സമയം നിശ്ചയം അല്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോവാ, വിളക്കിലും എണ്ണ എടുക്കും, എക്സ്ട്രാ ഓയിൽ പാത്രത്തിലും എടുക്കും. അപ്പൊ ഇതാണ് ഈ ദൈവത്തിന്റെ പ്രവൃത്തി. മനസ്സിലാക്കിക്കോണം. നമ്മളിവിടെ ക്ലിയർ ഹെഡഡായി, സോബറായി, സുബോധത്തോടെ ജീവിക്കുമ്പം നമ്മുടെ ഈ ഒരു കർത്താവിന്റെ കാര്യത്തിലുള്ള എക്സൈറ്റ്മെന്റും ഈ പ്രിപ്പറേഷനും ജീവിക്കുന്ന ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നതും, നോ സോറി, ഞാൻ അവിടെ വരുന്നില്ല, അയ്യോ സോറി കേട്ടോ, ഞാൻ ഇതിനൊരു മറുപടി പറയുന്നില്ല, ഇതിന് ഞാൻ മറുപടി പറഞ്ഞാൽ ചിലപ്പോൾ അത് ദോഷമായി തീരും, ഇതിന് ഞാൻ ഈ സംസാരത്തിൽ ഞാൻ പങ്കാളിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പലയിടത്തും നമ്മളെ തന്നെ ഒന്ന് വേർപെടുത്തി നിർത്തുമ്പോൾ പലവരുടെ കണ്ണിലെ കരടാണ് നമ്മള്. പലരുടെ മുമ്പിൽ നമ്മൾ വിഡ്ഢികളും ജീവിതം ആസ്വദിക്കാൻ അറിയാത്തവരുമായി നമ്മൾ കോർണർ ചെയ്യപ്പെടുമ്പോൾ ഓർത്തോണം, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വാം റിച്ച് വെൽക്കമിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുക. 2 കൂടെ നടക്കത്തില്ല. നമ്മുടെ ചർച്ചയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വളരെ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് പറഞ്ഞൊരു കാര്യം, യങ്സ്റ്റേഴ്സിനോട് മാത്രമല്ല ടീനേജേഴ്സിനോട് മാത്രം നമുക്കുള്ള സന്ദേശമാണ്.
എടത്വ ടൗൺ ചർച്ചിൽ ദൈവത്തിനെ സേവിച്ച് ദൈവസേന അവിടെ മെമ്പേഴ്സ് ആയിരിക്കുന്ന, അവിടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾ അറിഞ്ഞിരുന്നോളം നിങ്ങൾക്ക് വേൾഡ് എൻജോയ് ചെയ്ത് ചർച്ച് കൂടെ എൻജോയ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കണ്ട. വേൾഡ്ലി പ്ലഷേഴ്സും എൻജോയ് ചെയ്യാം, അതുപോലെ തന്നെ സഭയുടെ ആ സന്തോഷവും കൂടെ ആസ്വദിക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. രണ്ടിൽ ഒന്ന് തീരുമാനം എടുത്തേ പറ്റൂ. ഒന്നെങ്കിൽ വേൾഡ്ലി പ്ലഷേഴ്സ് എൻജോയ് ചെയ്ത് അതെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു വിഡ്ഢിയെ പോലെ ജീവിക്കുക, അല്ലെങ്കിൽ ദൈവസഭയുടെ ദൈവത്തിന്റെ സന്തോഷങ്ങളും ആനന്ദങ്ങളും അനുഭവിച്ച് ലോകത്തിലൊരു വിഡ്ഢിയെ പോലെ ജീവിക്കുക. ഇത് രണ്ടിലൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഒന്നുകിൽ വേൾഡ്ലി ലോകത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും അതെ എല്ലാ ആനന്ദങ്ങളും ഒരിടത്തും നോ പറയാത്ത, എല്ലായിടത്തും വെൽക്കം കിട്ടുന്ന, എല്ലാവരുടെയും കൂട്ടുകാരായിരിക്കുന്ന, എന്തും പറയുന്ന, എവിടെയും പോകുന്ന, എന്തും കാണുന്ന, എന്തും ചെയ്യുന്ന, ഒരു വിലക്കുമില്ലാത്ത ജീവിതത്തിലെ അതെങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു എന്താ അനന്ത വികായത്തിലേക്ക് പറന്നുയരുന്ന ഒരു പക്ഷിയെ പോലെ ഒരു അതിരുകളില്ലാത്ത ഒരു ആനന്ദത്തിലേക്കാ നാം പോന്നെങ്കിൽ ജീവിച്ചോ. പക്ഷെ ഓർത്തോണം, അത് ദൈവസന്നിധിയിൽ വിഡ്ഢിയായ ജീവിതമാ, ഏറ്റവും വിഡ്ഢിത്തമുള്ള ജീവിതമാ. എന്നാൽ മറുവശത്ത് പലതിനും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ പരിശോധിച്ചു, ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ദൈവം എന്നോട് ഇടപെടുന്നു, എനിക്കിത് പ്രസാദമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് വേർപെട്ട് ദൈവത്തിലും അവന്റെ സഭയിലും അവന്റെ വചനത്തിലും ആനന്ദിച്ച് ഞാൻ ജീവിക്കുന്നു. ലോകത്തിൽ ഞാൻ വിഡ്ഢിയാകും, സാരമില്ല. അതുകൊണ്ട് നാം പാടുന്നേ, ലോകത്തിൽ ഞാനൊരു ഭോഷനായി തോന്നിയാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാനൊരു ശ്രേഷ്ഠനായി മാറും. രണ്ടും കൂടെ നടക്കത്തില്ല, രണ്ടും കൂടെ നടക്കത്തില്ല. രണ്ടിൽ ഒന്നിൽ ഉറച്ചേ പറ്റൂ. Either enjoy the pleasures of the world or enjoy the pleasures of the God. ദൈവത്തിന്റെ സന്തോഷം, ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവത്തിന്റെ വഴികൾ, ദൈവസഭയുടെ അതെ ദൈവിക ഉദ്ദേശങ്ങൾ, അവിടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആവോളം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ശ്രേഷ്ഠരായി ജീവിക്കാം. ആ ജീവിതത്തിന് പറയുന്ന പേരാണ് സുബോധമുള്ള. അപ്പൊ ഈ 5 പേര് തീരുമാനിച്ചു. 5 പേര് പെട്ടെന്ന് അവരുടെ സ്മാർട്ട്നെസ് അങ്ങ് കൂടി. അവര് തീരുമാനിച്ചു, എന്തിനാ ഈ എക്സ്ട്രാ ഓയിൽ, എന്തിനാ ഇങ്ങനത്തെ പ്രിപ്പറേഷൻ, അങ്ങനെ പരിശോധിച്ച് ഇത്രയും കെയർഫുൾ ആയ ഒരു പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. നമുക്കറിയാം കൂടി വന്ന ഇത്ര മണിക്കുള്ളിൽ മണവാളൻ വരും, അപ്പൊ പിന്നൊരു എക്സ്ട്രാ ഓയിലും പാത്രത്തിൽ എണ്ണ എടുത്തുകൊണ്ടൊരു യാത്രയുടെ ആവശ്യമൊന്നുമില്ല, ഇത് ധാരാളമാന്ന് പറഞ്ഞ് അവര് കാണിച്ച ഓവർ സ്മാർട്ട്നെസ്സിന് അവർക്ക് കിട്ടിയ പേരാണ് ബുദ്ധിയില്ലാത്ത കന്യകമാർ. നമ്മളത് വായിക്കുമ്പോൾ ഓർക്കും, അല്ലേ പിന്നെ ദൈവം അന്യായം കാണിക്കത്തില്ലേ? അവർക്ക് തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവരും ചിന്തിക്കാൻ കഴിവില്ലാത്തവരുമാണെങ്കിൽ അവരെ എങ്ങനെയാ കർത്താവിന് മാറ്റി നിർത്താൻ പറ്റുന്നേ? വാതുക്കൽ മുട്ടുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുകൊണ്ട് വാതിലടയ്ക്കാൻ പറ്റുമോ? അപ്പൊ ഇവർക്ക് ഈ ആരെ പുച്ഛം തോന്നിയെന്ന് അറിയാമോ? ഈ അൺഎക്സ്പെക്റ്റഡ് ബ്രൈഡ് ഗ്രൂമിന് വേണ്ടി അൺഎക്സ്പെക്റ്റഡ് ടൈമിലേക്ക് പ്രിപ്പയർ ആവുന്നവരെ കാണുമ്പോൾ പലർക്കും പുച്ഛമാവും. നിശ്ചയമായും വരുന്ന മണവാളന് വേണ്ടി അനിശ്ചിതമായ അപ്രതീക്ഷിതമായ ഒരു സമയത്തെ അറിയാതെ നോക്കിക്കൊണ്ട് അറിയാവുന്നതും വരുമെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിപ്പറേഷൻ കാണുമ്പോൾ ലോകത്തിന് പുച്ഛമാണ്. പക്ഷെ ദൈവം പറയും, ദേ ആർ വൈസ്. കർത്താവ് പറയും, ഇവരാണ് ജ്ഞാനമുള്ളവർ, ഇവരാണ് സോബർ, ഇവരാണ് സുബോധമുള്ളവർ. യേശു അത് തന്നെയാ പഠിപ്പിച്ചേ. നിങ്ങളുടെ മനുഷ്യപുത്രൻ നനയ്ക്കാത്ത നാഴികയിൽ വരുന്നതുകൊണ്ട് നിങ്ങളും ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിക്കും. ഇതിനെ തെറ്റിച്ച ആ ഉപമ പറയുമ്പോൾ നമുക്കൊരു ആഹ്വാനം തരികയാണ്, നിങ്ങൾ ഒത്തിരി അങ്ങ് ഓവർ സ്മാർട്ട് ആകരുത്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ ചിന്തിക്കരുത് ഇത്ര സമയം ഇത്ര കാലം ഇങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചോണം. ഒന്ന്, കെയർഫുള്ളി ഡിറ്റർമൈൻ വാട്ട് പ്ലീസസ് ദ ലോർഡ്. വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ പരിശോധിച്ചോണം ദൈവത്തിന് എന്താണ് പ്രസാദകരമായത്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് ഞാൻ പരിശോധിക്കും. 2, ബി കെയർഫുൾ ഹൗ യു ലീവ്. ഞാൻ എങ്ങനെ മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല ഒരു സുബോധമുള്ളവന്റെ ലക്ഷണം.
ആത്മീക സുബോധമുള്ളവൻ താൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പരിശോധിക്കുന്ന ജാഗ്രതയുള്ളവരായിരിക്കും ആത്മീകമായി സുബോധമുള്ളവൻ. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താം. നമ്മൾ ലോകപ്രകാര സുബോധമുള്ളവരാണോ ആത്മീകമായി സുബോധമുള്ളവരാണോ? നമ്മൾ ആത്മീകമായി ഉറങ്ങുന്നവരാണോ ആത്മീകമായി ഉണരുന്നവര് ആണോ? ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. ഈ എഫെസ്യർ ലേഖനം 5:16 വായിക്കുന്നത്. മേക്ക് ദ മോസ്റ്റ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി ഇൻ ദിസ് ഈവിൾ ഡേയ്സ്. ഇത് ദുഷ്കാലമായതുകൊണ്ട് നിങ്ങൾ അവസരങ്ങളെ തക്കത്തിൽ ബുദ്ധിഹീനരാകാതെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ഡോണ്ട് ആക്ട് തോട്ട്ലെസ്ലി. ഒരു വീണ്ടും വിചാരമില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കരുത്. But understand what the Lord wants you to do. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ തക്കവണ്ണം നിങ്ങളെ സുബോധമുള്ളവരട്ടെ. Don't act thoughtlessly. That means നിങ്ങൾ വീണ്ടും വിചാരമില്ലാതെ ഒന്നും പ്രവർത്തിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. ആദ്യം പ്രവർത്തിച്ചിട്ട് പിന്നെ പരിശോധിക്കുമല്ല, ആദ്യം പരിശോധിച്ചിട്ട് പിന്നെ പ്രവർത്തിക്കും. ആത്മീയ സുബോധമുള്ളതിന്റെ ലക്ഷണമാണ്. എന്നിട്ട് 18-ാം വാക്യം നമ്മുടെ മലയാളത്തിൽ പറയുന്നുണ്ടല്ലോ, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ്. നമ്മളിപ്പോ വായിച്ചല്ലോ, രാത്രി മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു, നമ്മൾ വായിച്ചല്ലോ. അതുപോലെ ഇവിടെ ഡോണ്ട് ബി ഡ്രങ്ക് വിത്ത് വൈൻ ബിക്കോസ് ദാറ്റ് വിൽ റൂയിൻ യുവർ ലൈഫ്. പ്രിയരെ, ജീവിതത്തെ റൂയിൻ ചെയ്യുന്ന, നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കും പങ്കാളികളാകാതെ. ഇവിടെ വീഞ്ഞു കുടിച്ചെന്നാ എഴുതിയിരിക്കുന്ന. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. എഫെസ്യർ ലേഖനം 5-ാം അധ്യായം ഞാൻ ഇവിടെ വായിക്കുന്നില്ല. ദയവായി ആ ഇരുട്ടിന്റെ പ്രവൃത്തികളെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എനിക്കതെല്ലാം വായിച്ചു പറയാനുള്ള സമയവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ. വ്യക്തമായി ഏത് ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിച്ച് നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചുരുക്കി ഇങ്ങനെ പറയട്ടെ, സുബോധമുള്ളവൻ തന്റെ ജീവിതം നശിപ്പിക്കത്തില്ല. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാവണം. അടുത്ത കേട്ടോണേ, ആത്മാവ് നിറഞ്ഞവരാകണം. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ രണ്ടിൽ ഒന്ന് നടന്നിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഒന്നുകിൽ ലോകത്തിന്റെ പ്ലഷേഴ്സ് എൻജോയ് ചെയ്യുന്നവനായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നവനായിരിക്കും. ഒന്നുകിൽ ഈ ലോകത്തിന്റെ കൂട്ടുകെട്ടിൽ മത്തനാകുന്നവനായിരിക്കും, അത് വീഞ്ഞായാലും ശരി, ഏത് ഇരുട്ടിന്റെ പ്രവർത്തിയായി, ഇല്ലെങ്കിൽ ആത്മാവിൽ നിറഞ്ഞവനായി ദൈവത്തെ സേവിക്കുന്നവനായി. പ്രിയരെ, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു അവസ്ഥയില്ല. രണ്ടിലോ, കാരണം ദൈവസന്നിധിയിൽ നാം സുബോധമുള്ളവരാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്യാരണ്ടി എന്നറിയാവോ? നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. മറിച്ച് ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. കേട്ടോ, സംസാരമൊക്കെ മാറി. സുബോധമുള്ളവൻ അവന്റെ ആത്മീകമായി സുബോധമുള്ളവൻ ഇപ്പോൾ തമ്മിൽ സംസാരിക്കുന്നത് മറ്റാരുടെയും കുറ്റമല്ല. അറിഞ്ഞോ, കേട്ടോ, കണ്ടോ, പോയോ, വന്നോ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ആത്മീകമായി സുബോധമുള്ളവനും ആത്മാവിൽ നിറയും. ആത്മാവിൽ നിറയുന്നവൻ അവൻ അറിയാം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തമ്മിൽ സംസാരിച്ച് ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. സുബോധമുള്ളവൻ അറിയാം. അത് തന്നെ
1 തെസ്സലോനിക്കർ നമ്മൾ വായിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. ആ ഭാഗം നമുക്ക് ഒന്ന് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ 5-ാം അധ്യായം എടുക്കാൻ കാര്യം എനിക്ക് കുറച്ചും കൂടെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും, നിങ്ങൾ കുറച്ചുകൂടെ ഈസി ആകും മനസ്സിലാക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുത്ത്. അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, ആ ഭാഗമൊന്നും ആർക്കും അറിയാൻ വയ്യാത്തതോ ഒന്നും അല്ല. പുതിയതായ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പുതിയ അറിവ് തരുന്നതായിട്ട് ഒരു ചിന്തയും ദൈവവചനം പറയുമ്പോൾ എനിക്കില്ല താനും. അതെ, 5-ാം അധ്യായം അതിന്റെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യം അവസാനം വെച്ചാൽ നമ്മളിപ്പോൾ ചിന്തിച്ചിരിക്കുന്ന ഭാഗങ്ങൾ വായിച്ച് ഞാൻ എന്റെ വാക്കുകളെ കൺക്ലൂഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നാമോ, പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശം ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. പിന്നെ നമ്മൾ അവിടെ ചിന്തിക്കുമ്പോൾ, അടുത്ത ഭാഗങ്ങളിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സുബോധമുള്ളവര് എങ്ങനെ പെരുമാറണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് ഇപ്പം പോകുന്നില്ല. ഒരു കാര്യം പറയാം, എന്താണ് സ്പിരിച്വൽ സോബർനെസ്, എന്താണ് ആത്മീക സുബോധം, എന്താണ് ആത്മീക ഉണർവ്? ഉണർന്നിരിക്കുക, സുബോധമായിരിക്കുക, ശേഷമുള്ളവർ ഉറങ്ങുന്ന പോലെ ഉറങ്ങാതിരിക്കുക. അതെന്താണെന്നൊന്ന് വ്യക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചത്. അതിന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന്. എന്റെ അർത്ഥം ഇങ്ങനെയാണ്, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാൽ നമ്മുടെ വേർഷനിൽ പറയുമ്പം എനിക്കിന്റെ അർത്ഥമുണ്ട്, നമ്മള് ജീവനോടിരുന്നാലും മരിച്ചാലും നിദ്ര പ്രാപിച്ചാലും കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെട്ട അവനോട് കൂടെ. കാരണം ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിദ്ര പ്രാപിച്ചവരുടെ കാര്യം എന്ന് കൺക്ലൂഡ് ചെയ്യുക. നമുക്കൊരു പ്രോമിസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ് ആ പ്രോമിസ് എന്നറിയാവോ? നമ്മൾ ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കും. നമ്മുടെ അപ്പോയിന്റ്മെന്റ് അതിനുവേണ്ടിയാ. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. അതായത് ഈ തമ്മിൽ പ്രബോധിപ്പിക്കാനും തമ്മിൽ ആത്മീയ വർധന വരുത്താനും ആർക്കാ കഴിയുന്നേ? ആത്മീയമായി ഉറങ്ങുന്നതിന്. പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചേ, ആത്മീയമായി ഉറങ്ങുന്ന ഒരാൾക്ക് മറ്റൊരാളെ ആത്മീയവർദ്ധന വരുത്താൻ കഴിയുമോ? പറ്റത്തില്ല. നാം നിഷ്ക്രിയരായിരുന്നു നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ ക്രിയാത്മകമാക്കും? നമ്മൾ നിർവികാരരായിരുന്നു നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ ആത്മീയമായി വികാരഭരിതരാക്കും, തീഷ്ണതയുള്ളവരാക്കും, അതെ, ഉത്സാഹമുള്ളവരാക്കും? നടക്കുന്ന കാര്യമല്ല. അപ്പം ആത്മീയമായി ഉണർന്നിരിക്കുന്ന സുബോധത്തോടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ പരസ്പരം ആത്മീയവർദ്ധന വരുത്തുവാൻ. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ പ്രത്യാശയോടെ, തിടുക്കത്തോടെ, ഭയം കൂടാതെ, ജാഗ്രതയുള്ളവരായി, ആത്മീകമായി വളരെ വിജിലന്റായി, തമ്മിൽ സപ്പോർട്ട് ചെയ്ത്, തമ്മിൽ കരുതി, വിശ്വാസവും സ്നേഹവും രക്ഷയുടെ ആ പ്രോമിസ്, ആ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കതൊരു വലിയ ഡിഫെൻഡ് ചെയ്യുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വലിയ എന്താ പറയണ്ടേ ആയുധവർഗമാക്കി അതിനെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ സുബോധമുള്ളവരായി ജീവിക്കാം. നമ്മൾക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിപ്പാനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒന്ന് ഇടപെടുകയാണ്. ഡോണ്ട് ആക്ട് തോട്ട്ലെസ്ലി. നിങ്ങൾ ചിന്തിക്കാതെ, നിങ്ങൾ ഒരു കാര്യം എന്താ നിങ്ങൾ ചിന്തിക്കണം അറിയാവോ? കർത്താവിന് എനിക്ക് ഈ കാര്യം ചെയ്താൽ എന്ത് ലാഭം ഉണ്ടാകും, നഷ്ടം ഉണ്ടാകുന്നില്ല, അത് ലോകത്തിലുള്ള സുബോധമുള്ള എല്ലാവരും ചെയ്യുന്ന. പക്ഷേ ഞാൻ ഈ കാര്യം ചെയ്താൽ കർത്താവിനത് പ്രസാദമാകുമോ എന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രം നമുക്ക് പ്രവർത്തിക്കാം, നമുക്ക് സംസാരിക്കാം. ഞാൻ വളരെ കെയർഫുൾ ആണ്. ഞാൻ എങ്ങനെ ജീവിക്കുന്നത്, മറ്റുള്ളവർ നന്നായി ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ അവർ അധികാര പരിധിയിലേക്ക്, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിച്ച പോലെ, നീതിക്ക് വേണ്ടി കലഹിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അധികാര പരിധിയിൽ കയറി ഇടപെട്ട്, ഞാൻ പല കാര്യത്തിൽ ഇടപെട്ട് ഞാൻ ഒരിക്കലും
ദൈവത്തിന് നാമത്തിന് കളങ്കം വരുത്തത്തില്ല. പക്ഷെ ദൈവം ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, അങ്ങനെ ജീവിക്കാൻ ഞാൻ വല്ലപ്പോഴും ഒക്കെ വിചാരിക്കുന്നല്ല. ഐ വിൽ ബി കെയർഫുൾ. വളരെ കെയർഫുൾ ആയിരിക്കും. At the same time, I will be carefully determine what pleases the Lord. എന്റെ കർത്താവിന് ഇത് പ്രസാദമാണോ എന്ന് പരിശോധിച്ചിട്ടേ ഞാൻ സംസാരിക്കത്തുള്ളൂ, എന്നിട്ടേ ഞാൻ പ്രവർത്തിക്കത്തുള്ളൂ, അവിടെ പോത്തുള്ളൂ, അത് ചെയ്യത്തുള്ളൂ. ഞാനത് കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് ആത്മീകമായി സുബോധത്തോടെ ഇരിക്കണം. എനിക്ക് ആത്മീയമായി ഉറങ്ങണ്ട. ആത്മീയ ഉറക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് ആത്മീക സുബോധം എന്തെന്നും ഇന്ന് രാത്രി മനസ്സിലായി. ആത്മീക ഉറക്കം എന്തെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ആത്മീയ ഉറക്കം എനിക്ക് വരണ്ട, എനിക്ക് പാടില്ല. അതെന്നിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ എനിക്ക് ഉണർന്നേ പറ്റൂ. ഉണർന്നിട്ട് എനിക്ക് സുബോധത്തോടെ ഇരിക്കണം. എന്താണ് സുബോധം എന്ന് ചോദിച്ചാൽ ഏറ്റവും വിലയേറിയതും അത്യുത്തമവും ശ്രേഷ്ഠവും നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതും ഇളക്കമില്ലാത്തതും എന്തെന്നോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി എന്തെല്ലാം എൻജോയ്മെന്റ് വിടണോ, അതിനുവേണ്ടി ആരോടൊക്കെ നോ പറയണോ, അതിനുവേണ്ടി എത്ര മൗനം പാലിക്കണോ, അതിനുവേണ്ടി എത്ര വാ അടച്ചുപൂട്ടി വെക്കണോ, ഞാനതിന് തയ്യാറാ. കാരണം കർത്താവിനത് പ്രസാദമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ സൂക്ഷിക്കും. ഈ ജീവിതത്തിന് പറയുന്ന പേരാണ് സുബോധമുള്ള ജീവിതം. പ്രിയരെ, നമ്മുടെ തീരുമാനങ്ങൾ ഉറച്ചതാകട്ടെ. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി നമ്മളെ തന്നെ സമർപ്പിച്ച് ഒരു തീരുമാനം കൂടി എടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ഈ ലോകപ്രകാരം കഥ എഫെസ്യർ പറയുന്നു, ഡോണ്ട് ലീവ് ലൈക്ക് ഫൂൾസ്. വിഡ്ഢികളെ പോലെ ജീവിക്കരുത്. ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിക്കാതെ ജീവിക്കുന്ന ജീവിതത്തിന് പറയുന്ന പേരാണ് വിഡ്ഢികളെ പോലുള്ള ജീവിതം. ആ ജീവിതം ഒരിക്കലും നയിക്കുവാൻ നമുക്കിടവരരുത്. നമുക്ക് സോബറാകാം, ക്ലിയർ ഹെഡഡ് ആകാം. നമുക്ക് നമ്മുടെ വിഷൻ, കണ്ണിന്റെ കാഴ്ച മങ്ങരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? എന്റെ ദൈവമേ, എത്ര പ്രായമായാലും എന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങരുതേ, എന്റെ കാതിന്റെ കേൾവി പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവേ, അതിന്റെ കർത്താവിന്റെ വരവ് വരെ എന്റെ ആത്മീക സുബോധം നഷ്ടപ്പെടാതെ സുബോധത്തോടെ വളരെ ക്ലിയർ ഹെഡഡ് ആയി എന്റെ കർത്താവേ എനിക്ക് കെയർഫുൾ ആയ ഒരു ജീവൻ നയിക്കുവാൻ, ലോകത്തെ ആസ്വദിക്കുകയും എനിക്ക് അങ്ങേയും കൂടെ ആസ്വദിക്കാൻ കഴിയത്തില്ല. രണ്ടിലൊന്നേ എനിക്ക് കഴിയത്തുള്ളൂ. ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് ലോകത്തെ ആസ്വദിക്കണ്ട, എനിക്ക് അങ്ങേ ആസ്വദിച്ച് അങ്ങനെ ആനന്ദിച്ച് അങ്ങയുടെ സഭയിൽ അങ്ങയുടെ ഹിതം ചെയ്ത് അങ്ങയ്ക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അതിന് എന്നെ സുബോധത്തോടെ നടത്തണമേ. ഒരാത്മീയ ഉറക്കവും എന്നെ കടന്നു പിടിക്കാതെ ആത്മീക സുബോധത്തോടെ ഉണർന്നുകൊണ്ട് കർത്താവിന്റെ ജീവിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കുക. വചനങ്ങളാൽ ദൈവം നമ്മെ